ഏവർക്കും മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പാണ്. പാർട്ണർഷിപ്പ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ഡ്യൂറേഷൻ്റെ ബേസിലും ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റിയുടെ ബേസിൽ. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാവധിയുടെ ബേസിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലയബിലിറ്റി അതിൻ്റെ ബാധ്യതകളുടെ ബേസിലും പാർട്ണർഷിപ്പിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ, കാലാവധിയുടെ ബേസിലുള്ള പാർട്ണർഷിപ്പിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് അറ്റ് വില്ലാണ്. പാർട്ണർഷിപ്പ് ഫോംഡ് വിത്തൗട്ട് സ്പെസിഫൈങ് ടൈം പീരീഡ് ഓഫ് ഓപ്പറേഷൻ ഈസ് നോൺ ആസ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ. ദിസ് ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ് എക്സിസ്റ്റ് അറ്റ് ദ വിൽ ഓഫ് ദ പാർട്ട്നേഴ്സ്. ഇറ്റ് കംസ് ടു ആൻ എൻഡ് വെനെവർ എനി പാർട്ട്ണർ ഗീവ് നോട്ടീസ് ഓഫ് ഡിസൊല്യൂഷൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാർട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? പാർട്ണർഷിപ്പ് ഫോം ചെയ്യുകയാണ് വിത്തൗട്ട് സ്പെസിഫൈങ് ടൈം പീരീഡ്. ഇത്ര കാലാവധിയിലേക്കാണ് എന്ന് പറയാതെ, ഇത്ര കാലാവധിയിലേക്കാണ് അല്ലെങ്കിൽ ഇത്ര ടൈമിലേക്കാണെന്ന് പറയാതെ നടത്തുന്നത്, ഇത്ര കാലാവധിയിലേക്ക് അല്ലെങ്കിൽ ഇത്ര ടൈം പീരീഡിലേക്ക് അല്ലാതെ നടത്തുന്ന ഒരു പാർട്ണർഷിപ്പിനെയാണ് പാർട്ണർഷിപ്പ് അറ്റ് വില്ല് എന്ന് പറയുന്നത്. സമ്മതത്തോടുകൂടി അല്ലെങ്കിൽ പരസ്പര സമ്മതത്തോടു കൂടി ഒരു പാർട്ണർഷിപ്പ് ആരംഭിക്കുന്നത്. ഈ പാർട്ണർഷിപ്പ് എന്താ? പാർട്ട്നേഴ്സ് എന്താ? ദിസ് ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ് എക്സിസ്റ്റ് അറ്റ് ദ വില്ല് ഓഫ് ദ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൻ്റെ സമ്മതത്തോടു കൂടി മാത്രം മുന്നോട്ട് പോകുന്ന, അതായത് സഹകരണത്തോടും സമ്മതത്തോടും മാത്രം മുന്നോട്ട് പോകുന്ന പാർട്ണർഷിപ്പാണ് പാർട്ണർഷിപ്പ് അറ്റ് വില്ല് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസൊല്യൂഷൻ സംഭവിക്കുക എന്ന് പറയുന്നത്, പാർട്ണർഷിപ്പ് നിന്ന് പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ട്ണർ, അപ്പോൾ 3, 4, 5 പേര്, 3 പേര് 2 പേര് എത്ര പേര് കൂടിയാണോ കൂടിയേക്കണേ, ആ പാർട്ട്നേഴ്സിൽ ഒരാൾ എന്താണ് നോട്ടീസ് കൊടുക്കുകയാണ്, ഞാനിതിൽ നിന്ന് പിരിയുകയാണ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന കണ്ടീഷനിൽ എന്താണ് ആ പാർട്ട്ണർഷിപ്പിന് ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത്. ആ പാർട്ട്ണർഷിപ്പ് എന്നേക്കുമായിട്ട് ഇല്ലാതാവുന്നതാണ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പാണ്. പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫോംഡ് ഫോർ undertaking a particular venture or for a specified time period is known as particular partnership. ആ പേര് പോലെ തന്നെ പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടൈം പീരീഡിലേക്ക് വേണ്ടി മാത്രം, പർട്ടിക്കുലർ ആയിട്ടൊരു ടൈം പീരീഡിലേക്ക് മാത്രം നടത്തുന്ന ഒരു പാർട്ണർഷിപ്പാണ് പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. എന്താ? it dissolve automatically when the purpose for which it was formed is fulfilled or when the time duration expire. എന്താണ് പറയുന്നത്? പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് ഒന്നും ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിലേക്ക് പർട്ടിക്കുലർ ടൈം പീരീഡ് ഉള്ളതായിരിക്കും. ആ ആ പർപ്പസ് തീർന്നാൽ എന്തുദ്ദേശത്തോടു കൂടിയാണോ ആ പാർട്ണർഷിപ്പ് ആരംഭിച്ചത്, ആ ഉദ്ദേശം നേടിയെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പീരീഡ്, അതായത് ഇപ്പോൾ 2 മാസത്തേക്കാണ് പറഞ്ഞേക്കണമെങ്കിൽ പാർട്ണർഷിപ്പ്, ആ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഡിസൊല്യൂഷൻ സംഭവിക്കും. അവർ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പർട്ടിക്കുലർ ടൈം പീരീഡിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് പർട്ടിക്കുലർ പർപ്പസോടുകൂടി ചെയ്യുന്നതാണ് പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി പ്രത്യേക ടൈമിലേക്ക് മാത്രം നടത്തുന്ന പാർട്ണർഷിപ്പാണ്. ആ ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാർട്ണർഷിപ്പ് എന്താകും? ഡിസോൾവ് ചെയ്തു പോകും. അതായത് ആ പാർട്ണർഷിപ്പ് എന്നേക്കുമായിട്ട് ഇല്ലാതായി മാറുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള പാർട്ണർഷിപ്പുകളെയാണ് പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി, ബാധ്യതയുടെ ബേസിൽ പാർട്ണർഷിപ്പുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ജനറൽ പാർട്ണർഷിപ്പാണ്. സെക്കൻഡ് വൺ ലിമിറ്റഡ് പാർട്ണർഷിപ്പ്. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റിയുടെ ബേസിൽ ഫസ്റ്റ് വൺ ജനറൽ പാർട്ണർഷിപ്പ്. The partnership in which the liability of all the members is unlimited is known as general partnership. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാർട്ട്ണർഷിപ്പ് ഈ തരത്തിലുള്ള പാർട്ട്ണർഷിപ്പ് എന്താണ്? എല്ലാ മെമ്പേഴ്സിലും ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. ഒരിക്കലും മുൻകൂട്ടി നിശ്ചയിക്കാനായിട്ട് സാധിക്കില്ല. അതായത് ഒരു ബിസിനസ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല. 10 രൂപയുടെ ബാധ്യത മാത്രമാണ് വരൂ, അല്ലെങ്കിൽ 100 രൂപയുടെ ബാധ്യത മാത്രമാണ് ഇന്ന പീരീഡിൽ വരുള്ളൂ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലേ? ദ പാർട്ട്നേഴ്സ് എൻജോയ് ദ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ഫേം ആൻഡ് their acts are binding on each other as well as the firm. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാർട്ട്നേഴ്സ് ഇങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സ് എൻജോയ് ദ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ദ മാനേജ്മെൻറ്റിലുള്ള കാര്യങ്ങളിലേക്ക് മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ പാർട്ട്ണർക്ക്
അവകാശമുള്ളതെന്ന് പറയുന്നത് എന്താണ്? അവരെ സംബന്ധിച്ച് മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ ഫേമിനും ഹെൽപ്ഫുൾ ആവുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട്. ഫേമിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞത് എക്സിസ്റ്റൻസ് ഓഫ് ദ ഫേം ഈസ് അഫക്റ്റഡ് ബൈ ദ ഡെത്ത്, ഇൻസോൾവൻസി ഓർ റിട്ടയർമെൻറ്റ് ഓഫ് ദ പാർട്ട്നേഴ്സ്. രജിസ്ട്രേഷൻ ഓഫ് സച്ച് പാർട്ട്ണർഷിപ്പ് ഈസ് ഓപ്ഷണൽ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏതെങ്കിലും ഒരു പാർട്ട്ണറിൻ്റെ ഡെത്ത് സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഇൻസോൾവൻസി പാപ്പരായിട്ട് പ്രഖ്യാപിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ റിട്ടയർമെൻറ്റ് ആയിക്കഴിഞ്ഞാൽ, ഇത് എന്തെങ്കിലും സംഭവിക്കുകയാണ് എങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് എന്നേക്കുമായിട്ട് ഡിസോൾവ് ചെയ്യേണ്ടത്, നിർത്തേണ്ടതായിട്ട് വരുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ രജിസ്ട്രേഷൻ, ഈ പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട എന്നതാണ് ജനറൽ പാർട്ട്ണർഷിപ്പിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്. ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് ഈസ് വൺ in which the liability of at least one partner is unlimited and that of all other partners is limited. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൽ പറയുന്ന, ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, അറ്റ്ലീസ്റ്റ് വൺ പാർട്ട്ണറുടെ ബാധ്യത എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആവുകയും ബാക്കിയുള്ള പാർട്ട്നേഴ്സിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. എത്ര രൂപയാണ് വരാമുള്ളൂ എന്ന് മുൻകൂട്ടി ലിമിറ്റ് ചെയ്ത് വച്ചിരിക്കുകയും, എന്നാൽ ഏതെങ്കിലും ഒരു പാർട്ട്ണറിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ട്, അതായത് എത്ര വേണമെങ്കിലും വരാമെന്നൊരു കണ്ടീഷനോട് തുടങ്ങുന്ന പാർട്ട്ണർഷിപ്പാണ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ദ ലിമിറ്റഡ് പാർട്ട്ണർ ഡു നോട്ട് എൻജോയ് ദ റൈറ്റ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ദർ ആക്ട് ഡു നോട്ട് ബൈൻഡ് ദ ഫേം ഓഫ് അതർ പാർട്ട്നേഴ്സ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലിമിറ്റഡ് പാർട്ട്ണറിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഡു നോട്ട് എൻജോയ് ദ റൈറ്റ് ഓഫ് മാനേജ്മെൻറ്റ് റൈറ്റും കാര്യങ്ങളും, മാനേജ്മെൻറ്റിൽ ഇടപെടാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള പാർട്ട്നേഴ്സിനെ സംബന്ധിച്ച് സാധിക്കില്ല. അതായത് മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിമിറ്റഡ് പാർട്ട്നേഴ്സിന് സാധിക്കില്ല. രജിസ്ട്രേഷൻ ഓഫ് സച്ച് പാർട്ട്ണർഷിപ്പ് ഈസ് കമ്പൽസറി. ഇങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? കമ്പൽസറി ആണ് എന്നാണ് പറയുന്നത്. നിർബന്ധമായിട്ടും ഇതിൻ്റെ രജിസ്ട്രേഷൻ, ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ദിസ് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് നോട്ട് വെരി പോപ്പുലർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പോപ്പുലറായിട്ട് കണ്ടുവരുന്നതല്ല ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പിൻ്റെ ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ, രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നോക്കിയത്. ഡ്യൂറേഷൻ്റെ ബേസിലും ലയബിലിറ്റിയുടെ ബേസിലും. ഡ്യൂറേഷൻ്റെ ബേസിലും ലയബിലിറ്റിയുടെ ബേസിലുമാണ് നമ്മൾ രണ്ട് തരത്തിലുള്ള പാർട്ട്ണർഷിപ്പാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പോയത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനകരമായി തോന്നിയെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.